എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു കൊച്ചു വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് നിങ്ങൾക്കുള്ളൊരു റിപ്ലൈ വീഡിയോ ആണ്. അതായത് ഒത്തിരി പേര് ചോദിച്ച കമൻസിലൂടെ എന്നോട് ചോദിച്ച കാര്യങ്ങൾക്ക് ഒരു മറുപടിയാണ്. പറ്റുന്നവർക്കെല്ലാം ഞാൻ എൻ്റെ ഈ കോഴികളെ മേടിച്ച കോൺടാക്റ്റ് നമ്പർ ഞാൻ തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം. ഒരിക്കൽ കൂടി പറയുകയാണ്, ഞാൻ കോഴിക്കോട് ജില്ലയിലെ പുല്ലുരാമ്പാറ എന്നുള്ള സ്ഥലത്താണ്. അവിടെ നിന്നാണ് ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചത്. ഫുൾ ഗ്യാരണ്ടിയാണ്. കാരണം എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം നല്ല ഉഷാറായിട്ട് ഇപ്പോൾ ഇരിക്കുന്നു. എല്ലാവരും മുട്ടയിടാൻ തുടങ്ങി. എനിക്ക് 25 കോഴിയിൽ 24-25 മുട്ട എനിക്ക് കിട്ടുന്നുണ്ട് ഡെയിലി. പിന്നെ ഇവരുടെ തീറ്റേനെ പറ്റി പറയാം. ഞങ്ങൾ കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് എസ്കെയിമിൻ്റെ ലെയർ മാഷാണ് കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം മുട്ടത്തീറ്റ ലെയർ മാഷും ലെയർ പെല്ലറ്റും ഉണ്ട്. അത് ഓരോരോ ബ്രാൻഡിന്. ഞങ്ങൾ SKM എന്ന ബ്രാൻഡിൻ്റെ ലെയർ മാഷാണ് കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് അറിയാൻ ഞാൻ ശ്രമിച്ചിടത്തോളം ലെയർ മാഷ് തന്നെയാണ് നല്ലത് ലെയർ പെല്ലറ്റിനെക്കാട്ടും. ലെയർ പെല്ലറ്റ് എന്ന് പറയുന്നത് മെഷീൻ മെയ്ഡാണ്. ഒരു പെല്ലറ്റ് അത് മെഷീൻ മെയ്ഡാണ്. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് ലെയർ മാഷ് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ തീറ്റയുടെ അളവാണ്. അളവനുസരിച്ച് തന്നെ നിങ്ങൾ കൊടുക്കണം. കൂടുതൽ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ മുട്ടയിടത്തില്ല. ഈ കോഴികൾക്ക് എത്ര തീറ്റ കൊടുത്താലും ഇവർ മുട്ടയിടും. ഇവരെത്ര തീറ്റ കൊടുത്താലും ഇവർ കഴിക്കും. അതുകൊണ്ട് നിങ്ങൾ അളവിനനുസരിച്ച് മാത്രം തീറ്റ കൊടുക്കുക. ഞങ്ങളിവിടെ കൊടുക്കുന്നത് 100 ഗ്രാം മാത്രമാണ്. ഒരു കോഴിക്ക് 100 ഗ്രാം കണക്കിലാണ് നമ്മളത് 2 നേരമായിട്ട് ഒരുമിച്ച് കൊടുക്കരുത്. 2 നേരമായിട്ട് കൊടുക്കുക. രാവിലെയും പകുതി, വൈകുന്നേരം പകുതി, അങ്ങനെ 2 നേരമായിട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് എന്തൊക്കെ പച്ചിലകൾ കൊടുത്താലും ഇതുങ്ങൾ കഴിച്ചോളും. ഇവന് കപ്പയില പോലും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പുല്ല്, കപ്പയില, ചീര, വാഴയില എന്ത് വേണേലും കഴിച്ചോളും. അപ്പം അങ്ങനെ രീതിക്കൊക്കെ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. കാരണം ചേച്ചിമാരൊക്കെ ഒത്തിരി പേര് വന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിങ്ങനെ പിന്നെ എടുത്ത് പറഞ്ഞത്. അപ്പം എൻ്റെ മുന്നത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പം നിങ്ങളിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എൻ്റെ ഒരു വിശ്വാസമാണ്. കാരണം എന്തായാലും കോഴികളെല്ലാം മുട്ടയിട്ട് തുടങ്ങിക്കോളും. തീറ്റ കൂടുതൽ കൊടുക്കാതിരിക്കുക. ആവശ്യത്തിന് അനുസരിച്ച് മാത്രം തീറ്റ കൊടുക്കുക. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഇനി ആർക്കെങ്കിലും കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി. എനിക്കറിയത്തില്ല, അവരങ്ങോട്ട് എത്തിച്ചു തരുമായിരിക്കും. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.